നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നേരത്തെ തന്നെ വാർത്ത പുറത്തു വന്നതാണ്. ഹൈക്കോടതിയിൽ അതിശക്തമായ ഭാഷയിൽ മഞ്ജുഷ തുറന്നടിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെയാണ് മഞ്ജുഷയുടെ എല്ലാവിധ ആരോപണങ്ങളും എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാര്യക്ഷമമായി തന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന് അന്നു മുതൽ ഇന്ന് വരെയും മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബവും ശരിവെക്കുന്നു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. നവീൻ ബാബു കൊല്ലപ്പെട്ടതല്ല, പകരം മറ്റൊരട്ടിമറി അവിടെ സംഭവിച്ചിരിക്കുന്നു. അത് കൊലപാതകത്തിന് പോലും സംശയിക്കപ്പെടാമെന്നുള്ള വസ്തുത തന്നെയാണ് അവിടെ കുടുംബം സംശയിക്കുന്നത്. CBI അന്വേഷണം അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഉടനടി ഉണ്ടാകണം. CBI അന്വേഷണം മാത്രം കൊണ്ട് ഇവിടെ പോംവഴി ഉണ്ടാകില്ല. അതിനു മുൻപ് കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ അട്ടിമറിക്കാനായി CPM ശ്രമം നടത്തുമോ എന്നൊരു ഭീതിയും കുടുംബത്തെ വല്ലാതെ അലട്ടുകയാണ്. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ച് കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ കുടുംബം ശക്തമായ കാര്യങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്തുകൊണ്ട് CBI അന്വേഷണം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ വിവരണം നൽകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നിലവിലെ പോലീസിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. ഈ അന്വേഷണത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ലെന്നും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ പോലീസ് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിലുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടത്തും, എന്തൊക്കെ ആയിരിക്കും അവസാനം എത്തിച്ചേർന്ന് വരാവുന്ന കാര്യങ്ങൾ, പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ള സൂചന ഇതിനോടകം തന്നെ മഞ്ജുഷയ്ക്ക് മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സമാധാനപരമായി നീങ്ങാൻ തന്നെയാണ് ആദ്യം സെഷൻസ് കോടതി, അതിനുശേഷം ഹൈക്കോടതി എന്ന രീതിയിലേക്ക് സമാധാനപരമായി തന്നെ അവർ മുന്നോട്ട് നീങ്ങുന്നു. എന്നിരുന്നാൽ പോലും പലതരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും ഇതിനോടകം തന്നെ ആ കുടുംബം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, P. ജയരാജൻ അടക്കം നടത്തിയ പ്രസ്താവന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം 23-ാം തീയതിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന മാജിക് അത് തന്നെയാണ് കണ്ടറിയേണ്ടത് എന്നുള്ള സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം നവീൻ ബാബുവിനെ പൂർണ്ണമായും കൈക്കൂലിക്കാരനാക്കുകയും നവീൻ ബാബുവിന് അനധികൃത ഇടപാടുകളുണ്ടെന്ന രീതിയിൽ വരുത്തി തീർക്കാനുമൊക്കെ ഒരുപക്ഷെ പോലീസ് സേനയെ CPM നേതാക്കൾ ഉപയോഗിച്ചേക്കുമെന്നും അതിലൂടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട PP ദിവ്യയെ പൊന്നുപോലെ സൂക്ഷിക്കാനും പൊതിഞ്ഞ് സംരക്ഷിക്കാനുമുള്ള നീക്കങ്ങൾ അവർ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മലയാളി സമൂഹം അടക്കം വിശ്വസിക്കുന്നതും അക്കാര്യമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബം ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർത്തെടുക്കുകയാണെങ്കിൽ അന്ന് പല പ്രമുഖരും നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അന്ന് കണ്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനം കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ഉറപ്പ് മാത്രമാണ് ആ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഏത് സഹായത്തിനും എന്ത് കാര്യത്തിനും താൻ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പ് തന്നെയാണ് മഞ്ജുഷയെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതും. ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു, നിയമപരമായി തന്നെ കാര്യങ്ങൾ പോകണമെന്ന് പറയുന്നു. ഇക്കാര്യം കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസ് അന്വേഷണത്തിൽ പലതരത്തിലുള്ള അട്ടിമറി സംശയിക്കപ്പെടുന്നുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. CPM നേതാവ് പ്രതിയായിട്ടുള്ള ഈ കേസിൽ ഒരു കാരണവശാലും കാര്യക്ഷമമായി അന്വേഷണം നടക്കില്ല എന്ന് ഹർജിയിലടക്കം ചൂണ്ടിക്കാണിക്കുന്നു. നീതി കിട്ടണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം, പോലീസിനെ മാറ്റി നിർത്തണം. ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ നിർണായകമായ തെളിവുകളായിട്ടുള്ള CCTV ദൃശ്യങ്ങളായിട്ടെ, പ്രതിയുടെ കോൾ രേഖകളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഇനി അട്ടിമറിക്കപ്പെട്ടേക്കാം. ഇതൊന്നും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായി കുടുംബം ഇപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ പോലും അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിലും സമാനമായ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൃശ്യങ്ങളെന്ന് പറയുന്നത് കണ്ണൂർ കളക്ടറേറ്റിലെയും ഒപ്പം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയെന്ന് പറയുന്ന സമയവും അതിനുശേഷം ചിലവഴിച്ചതും അവിടെ നിന്നും എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നതും ഏത് വണ്ടിയിൽ പോയി ഏത് വാഹനമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നും തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും മറ്റാരുടെയെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള CCTV ദൃശ്യങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ ഹർജിയിലൂടെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് ആദ്യമേ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോയി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള അന്വേഷണവും ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ഫലപ്രദമായി പോലീസ് ചെയ്തു. ആത്മഹത്യയാണെന്ന പോലീസ് നിഗമനം ഒട്ടും തന്നെ മുഖവിലേക്കെടുക്കാൻ കഴിയില്ല. ധൃതിപ്പെട്ടുള്ള ഇൻക്വസ്റ്റിലൊന്നും തന്നെ വിശ്വാസമില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നു. അതിനുശേഷം തിടുക്കപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം, അവിടെ കളക്ടറേറ്റിൽ പോലും പൊതുദർശനത്തിന് വയ്ക്കാതെ കുടുംബമെത്തുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടത്തുകയും പോസ്റ്റ്മോർട്ടം നടത്തി വളരെ വേഗത്തിൽ നാട്ടിലേക്ക് അയക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ
24 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതശരീരം സംസ്കരിക്കാനുള്ള നീക്കങ്ങൾക്ക് CPM തന്നെ ചുക്കാൻ പിടിക്കുന്നതുമൊക്കെ ഏറെ സംശയം ജനിപ്പിക്കുന്നതാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല അതിനെതിരെ ശബ്ദമുയർത്താൻ പോലും. അത്രയധികം മാനസികമായി തളർന്നു നിൽക്കുന്ന സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുകയും അതിനെ ചൂഷണം ചെയ്യുകയുമാണ് നിലവിൽ അവർ ചെയ്തിട്ടുള്ളത്, ചില CPM നേതാക്കൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. നവീൻ ബാബുവിനെ എന്തിനു പറയുന്നു, കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള സംശയം പോലും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അന്വേഷണത്തിൽ പലപ്പോഴായി പലതരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസിന് വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും പോലീസ് അന്വേഷണം നടത്തുന്നതിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? നവീൻ ബാബുവിന്റെ മരണത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ എത്തേണ്ടതായിട്ടുണ്ട്. CBI ഇടപെടണമെന്നും അന്വേഷണം ഏറ്റെടുക്കണമെന്നുമാണ് ഹർജിയിലൂടെ കുടുംബം ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഇപ്പോൾ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാന സാക്ഷിയായിട്ടുള്ള ജില്ലാ കളക്ടർ, പ്രതി PP ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും പ്രത്യേകമായി സൂക്ഷിക്കണമെന്നാണ് കുടുംബം കണ്ണൂർ കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണം നീണ്ടുപോകുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് തെളിവ് നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുടുംബം ഹർജിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മറുഭാഗത്ത് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും റിപ്പോർട്ട് നൽകിയതും ഏറെ ശ്രദ്ധേയമാണ്. പൊതുപ്രവർത്തകൻ ദേവദാസ് തലാപ്പ് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇരുവരിൽ നിന്നും റിപ്പോർട്ട് തേടിയത്. അത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. ദിവ്യ യാത്രയപ്പ് ചടങ്ങ് അലങ്കോലപ്പെടുത്തിയെന്നും ADMനെ അധിക്ഷേപിച്ച് മടങ്ങിപ്പോയെന്നും കളക്ടർ അരുൺ K. വിജയന് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. സാധാരണ ഇത്തരം ചടങ്ങുകളിൽ മറ്റ് സാന്നിധ്യമൊന്നും തന്നെ, പ്രത്യേകിച്ച് മാധ്യമ സാന്നിധ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ചടങ്ങിനൊരു പ്രാദേശിക ചാനലിലെ വീഡിയോഗ്രാഫറും റിപ്പോർട്ടറും എത്തിച്ചേർന്നതാണ് സംശയാസ്പദമായിട്ടുള്ളത്. ADMനെ പോലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന ഒരു യാത്രയയപ്പിൽ, അതുകൊണ്ട് ഇതിനെ ആരും തന്നെ സംശയിച്ചിരുന്നില്ല എന്നാണ് കളക്ടർ പോലും ഇക്കൂട്ടത്തിൽ പറയുന്നത്. കളക്ടറിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടായില്ല എന്നുള്ളത് ഏറെ പരിഹാസം ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. താനൊരു വഴിപോക്കെയാണെന്നും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നെന്ന് അറിഞ്ഞാണ് വന്നതെന്നുമുള്ള ആമുഖത്തോടെ ദിവ്യ പ്രസംഗം ആരംഭിച്ചതടക്കം ചൂണ്ടിക്കാണിക്കുന്നു. പൊതുകാര്യങ്ങൾ പറഞ്ഞ ശേഷം പെട്രോൾ പമ്പിന്റെ NOC വിഷയവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് കടന്നു. താൻ പലതവണ വിളിച്ചിട്ടും നടക്കാത്ത കാര്യം ADMന് സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്നതിന് 2 ദിവസം മുൻപ് നടപ്പിലാക്കിയെന്നും അതെങ്ങനെ കിട്ടിയെന്ന് 2 ദിവസത്തിനകം തന്നെ നിങ്ങളെല്ലാം അറിയുമെന്നും പറഞ്ഞു. പക്ഷേ ഇതുവരെയും അത് അറിയിക്കാൻ ദിവ്യയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും ശരിക്കും അറിഞ്ഞത് ദിവ്യയാണെന്നുമുള്ള ഒരു സൂചന കൂടിയാണ് ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.